ശ്രീ സച്ചിദാനന്ദനാണെങ്കിലും സാറ ജോസഫ് ആണെങ്കിലും അഭിപ്രായം പറയുകയാണ്. അങ്ങിപ്പോൾ പറഞ്ഞ അതേ രീതിയിൽ പറയുകയാണ്. ഇപ്പോൾ ഇത്രയും നാൾ ഭരിച്ചത് മതി, ഇനിയിപ്പോൾ തുടർന്നാൽ ഇടതുപക്ഷമില്ലാതെ ആകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും, അതുകൊണ്ട് മാറുന്നതാണ് നല്ലത്, ഇനി ഒരു 5 വർഷം പ്രതിപക്ഷത്തിരിക്കുന്നതാണ് നല്ലതെന്ന് കുറേ പേർ ഇങ്ങനെ പറയുന്നുണ്ട്. മറുവശത്ത് നിന്ന് വാദിക്കുന്നവരും ഉണ്ട്. അപ്പോൾ മറുവശത്ത് നിൽക്കുന്നവർ പറയുന്നത് ഈ സർക്കാർ ഇടതുപക്ഷത്തിൻ്റെ നയത്തിൽ വ്യതിയാനം വരുത്തി എന്നുള്ള പറയുന്നവർ, ആക്ഷേപിക്കുന്നവർ ഒരു കാര്യം ഓർക്കുക, നിക്ഷേപം കൊണ്ടുവന്ന സർക്കാരാണ്, വികസനം കൊണ്ടുവന്ന സർക്കാരാണ്. ഒട്ടേറെ അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങൾ കേരളത്തിൽ നടന്നു. കിഫ്ബിയുടെ തോളിലേറി കേരളം മറ്റൊരു വികസന പന്ഥാവിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന അഭിപ്രായം ഇടതുപക്ഷത്തിന് വേണ്ടി വാദിക്കുന്നവരും ഉന്നയിക്കുന്നുണ്ട്. ഈ വാദങ്ങൾ തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റിൽ ആർക്കായിരിക്കും വിജയം എന്നാണ് അങ്ങ് കരുതുന്നത്? ഇവരെ ബോധവൽക്കരിക്കാൻ, അല്ലെങ്കിൽ ഒരു കാരണവശാലും നമ്മൾ ഇടതുപക്ഷ നയത്തിൽ നിന്നും വ്യതിചലിച്ചിട്ടില്ല, നല്ല മുഖ്യമന്ത്രിയാണ്, നല്ല സർക്കാരാണ്, ഇടതുപക്ഷം ഇപ്പോഴും ജനപക്ഷമാണ് എന്നൊക്കെ ബോധ്യപ്പെടുത്താൻ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് അവർക്ക് സാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ അങ്ങേക്ക്? അല്ല, ഇനിയിപ്പോൾ അതിനൊന്നും സമയമില്ല. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഒരു 10-12 ദിവസത്തിനകത്ത് പ്രഖ്യാപിക്കപ്പെട്ടേക്കാം. ഒരു മാസത്തിനും 1.5 മാസത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് തീരും. എങ്ങനെ പോയാലും മെയ് ഏപ്രിൽ അവസാനം അല്ലെങ്കിൽ മെയ് ആദ്യ വാരത്തിൽ പുതിയ നിയമസഭാ പ്രാബല്യത്തിൽ വരും. പിന്നെ അതിനെക്കുറിച്ചൊന്നും ചർച്ച ചെയ്ത് നമ്മൾ വെറുതെ സമയം കളയുന്നതിൽ കാര്യമില്ല. പാർട്ടി കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടി, അതിനുശേഷം ഈ കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷനിലുണ്ടായ തിരിച്ചടി. അപ്പോൾ ഇത് രണ്ടിൽ നിന്നും പാഠം പഠിച്ച് കരകയറാനുള്ള ഒരു ആസൂത്രണവും അവർ നടത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, ഈ നാട്ടിലെ വോട്ടർമാരെ, പ്രത്യേകിച്ച് രാഷ്ട്രീയമൊന്നുമില്ലാത്ത ആളുകളെ പരിഹസിക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങളാണ് അവർ ദിവസം തോറും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒന്നാമത് എന്തുകൊണ്ട് തോറ്റു, എന്തുകൊണ്ട് ജനങ്ങൾ നമ്മൾ വെറുത്തു, എന്തുകൊണ്ട് ഇത്ര വലിയ തിരിച്ചടി ഉണ്ടായി, ഇനി ഉണ്ടാകാൻ പോകുന്നു എന്ന കാര്യം ഈ CPM നേതാക്കന്മാർക്ക് മനസ്സിലായിട്ടില്ല. അവരിപ്പോഴും വിചാരിക്കുന്നത് ജനങ്ങൾ ഇവരെ വോട്ട് ചെയ്ത് ജയിപ്പിക്കാൻ തയ്യാറായി നിൽക്കുകയാണ് എന്നുള്ളതാണ്. പക്ഷേ യാഥാർത്ഥ്യം മറിച്ചാണ്. ജനങ്ങൾ ഏത് വഴിക്കും ഇവരെ പറഞ്ഞു വിട്ടേ തീരും എന്ന വാശിയിലാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.